ബഹുമാനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ ഈ അന്വേഷണ ഏജൻസികളിൽ ഇടപെടുന്ന കാര്യത്തിലും മറ്റും കേരള ഗവൺമെന്റുകൾക്ക് തുല്യമായ പങ്കാണെന്നാണ്. അതായത് ഇപ്പൊ ഈ അന്വേഷിക്കുന്ന ഏജൻസി ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ അന്വേഷണങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ടുള്ള ഈ ഇടപെടൽ അതിൽ കേന്ദ്ര ഗവൺമെന്റിനും BJPക്കും ഇവിടുത്തെ കേരളത്തിൽ CPMനും തുല്യ പങ്കാണെന്നാണ്. ആ വിശകലനത്തിന് ഒരു നമസ്കാരം പറയല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല, വേറൊരു വാക്കുപോലും അതിൽ പറയുന്നില്ല. രണ്ടാമത് പുതിയൊരു തീസിസ് ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഇങ്ങനെയുള്ള ഞങ്ങളുടെ വിമർശനം. അപ്പൊ ഈ പ്രതികളും ഇത് തന്നെയാണ് പറയുന്നതെന്നാണ്. പ്രതി എന്താ പറയുന്നതെന്നുള്ളത് എന്റെ പ്രശ്നമല്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ ജനങ്ങളുടെ മുൻപാകെ ഈ 4.5 കൊല്ലത്തിനിടയിൽ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു സംവാദം വേണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഇപ്പൊ പ്രതി പറയുകയാണ് അരുവിക്കര MLAയുടെ പേര് ശബരിനാഥൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അത് പ്രതി പറയുന്നതുകൊണ്ട് തെറ്റാവുമോ? എനിക്കറിഞ്ഞുകൂടാ. പറയുന്നത് എന്ത് എന്നതാണ്, ആര് പറയുന്നു എന്നത് അത് കഴിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. വിഷയം എന്ത്, നിങ്ങൾ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഇനിയിപ്പോ ഇവിടെ അവതാരകൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ അറസ്റ്റിന് ഒരുങ്ങുന്നു എന്ന് പറയുന്ന ഈ വാർത്തയുടെ തുടക്കം മുതൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. 12 മണിക്ക് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹം പറയുന്നു ഈ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി രാജിവെക്കണം. ശരിയാണല്ലോ. വസ്തുതാപരമായി എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ, എന്റെ നോട്ടപ്പെശകുണ്ടെങ്കിൽ എന്നെ തിരുത്താം. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കേന്ദ്രമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നു. ആവശ്യം എന്താണ്? സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി രാജിവെക്കണം. 4 മണിക്ക് കസ്റ്റംസ് പറയുന്നു ഇത് ഹാജരാവണം എന്ന് പറയുന്നു. 6:30 മണിക്ക് കേന്ദ്രമന്ത്രി പറന്നിറങ്ങുന്നു. രാവിലെ മാധ്യമങ്ങളെ കാണണമെന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മാധ്യമങ്ങൾക്ക് വിവരം കൊടുക്കുന്നു. ഇതെല്ലാം ജനങ്ങളുടെ മുൻപിലുണ്ട്. ഞാൻ ഒരു ആരോപണത്തിന് മുതിരുന്നില്ലെന്നേ. നമ്മുടെ മുൻപിൽ സ്വയം സംസാരിക്കുന്ന വസ്തുതകൾ ഇത്രയ്ക്കൊക്കെ താങ്കൾ പറയാൻ തയ്യാറായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു നിലപാടായി CPM പറയാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഈ തള്ളി പറയപ്പെട്ട ആർക്കും വേണ്ടാത്ത ശിവശങ്കർ ആയതുകൊണ്ടാണോ? അങ്ങനെ ചോദ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ ചർച്ച കാണുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായിക്കൊള്ളും. ഞാൻ പറയുന്നത് ഈ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് രാജ്യവ്യാപകമായി നടന്നിട്ടുള്ള അന്വേഷണങ്ങളുടെ ചരിത്രവും ഈ കഴിഞ്ഞ 100-ൽ പരം ദിവസത്തെ കേരളത്തിലെ അന്വേഷണത്തെ സംബന്ധിച്ച വിശദാംശങ്ങളും ജനങ്ങളുടെ മുമ്പാകെ ഉണ്ട്. നമ്മൾ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതല്ലോ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചില പ്രതികരണം നടത്തിക്കോട്ടെ. BJP പ്രതിനിധി, ഞാൻ അവിടെയും ഈ പ്രയോഗം ഉപയോഗിക്കുന്നു, അദ്ദേഹം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു സത്യം പറഞ്ഞു. അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. എനിക്ക് ആദ്യം അത്ഭുതം തോന്നി. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം ഒരു സത്യം പറഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇത് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞത്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ, രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇവർ നടത്തുന്ന പ്രചരണവും നടപടികളുമാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ സമ്മതിക്കാൻ തയ്യാറായതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള ചില ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുന്നു ലോകത്തിൽ എല്ലായിടത്തും കമ്മ്യൂണിസം ഒക്കെ കഥ കഴിഞ്ഞു, നമ്മുടെ രാജ്യത്താകെ 3 സംസ്ഥാനത്തുണ്ടായിരുന്നു, 3 സംസ്ഥാനത്തും അത് ഏതാണ്ട് തീരാൻ പോവുകയാണെന്നുള്ള നിലയിൽ ഒരു വിശകലനം നടത്തി. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് വിജയിക്കുന്നില്ല ഇവിടുത്തെ CPM എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെയോ ലോകത്തിലാകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ശേഷം സോഷ്യലിസം നടപ്പാക്കാമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഇനിയും പഠിക്കണം. ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇടപെടുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷം പേരുടെ വോട്ട് വാങ്ങി ഒരു ഗവൺമെന്റ് രൂപീകരിച്ചിട്ട് ഇവിടെ സോഷ്യലിസം സ്ഥാപിക്കാം എന്ന് കരുതിയിട്ടല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കുന്നു. ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ വിശദീകരിക്കുന്നു. അതാണ്. ഇനി അങ്ങനെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സോഷ്യലിസം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നടപ്പാക്കാൻ പറ്റുമോ? കേരളത്തിൽ ഞങ്ങൾ സോഷ്യലിസം നടപ്പാക്കാൻ അല്ല ശ്രമിക്കുന്നത്. അങ്ങേക്ക് ഗൗരവതരമായ തെറ്റിദ്ധാരണകളുണ്ട്. ഇനി ലോകം മുഴുവൻ ഇത് മണ്ണടിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒക്കുപൈ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭത്തെ തുടർന്ന് ലോകത്താകെ മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് അലയടിച്ച ആ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഭൂഖണ്ഡങ്ങളുടെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം എന്താ? മാർക്സാണ് ശരി. അങ്ങ് കേട്ടില്ലേ? പല പത്രങ്ങൾ, മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലണ്ടനിലെ പുസ്തകശാലകളിൽ ക്യാപിറ്റലിന്റെ കോപ്പി കിട്ടാനില്ല, ദാസ് ക്യാപിറ്റലിന്റെ. ചൂടപ്പം പോലെ വിറ്റഴിയുന്നു. മാർക്സിനെ തിരിച്ചു വിളിക്കുമെന്ന മുദ്രാവാക്യം ഉയരുന്നു. ലോകം ഗൗരവതരമായി ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇനി ലോകത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പിലും തോറ്റുപോയാൽ കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുവോ? ഇത് ചൂഷണത്തിനെതിരാണ്. ഇത് അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്റെ ദീനവിലാപങ്ങൾ ലോകത്തിൽ അലയടിക്കുന്ന കാലം വരെയും ഇത് പ്രസക്തമായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് അങ്ങ് രാഷ്ട്രീയ ആശയങ്ങളുടെ പ്രസക്തി നിശ്ചയിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കേരളത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്താ? ഞാൻ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടോ?
കേരളത്തിൽ എല്ലാത്തും തോക്കുന്ന പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ നാവിൻ തുമ്പിൽ നിന്ന് നിങ്ങൾ അത് കേൾക്കില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയപരാജയത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയ ആശയങ്ങളെ വിലയിരുത്തേണ്ടത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ ജയിച്ചാലും നിങ്ങളുടെ ആശയം മനുഷ്യവിരുദ്ധമാണ്. മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പിലും. ഇപ്പോ നിങ്ങളുടെ ചർച്ചയുടെ അവതാരം മൂളുന്നുണ്ട്, ഞാനത് കൂടുതൽ അതുകൊണ്ടല്ല വഴിതെറ്റി പോകണ്ടെന്ന് വെച്ചാണ്. കാരണം ശ്രീ ഗോപാലകൃഷ്ണൻ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലും അല്ല, അദ്ദേഹം സ്വമേധയാ ചർച്ച തുടങ്ങിയത് ആ പോയിന്റിലാണ്. അത് നിശ്ചയമായും അതിന് മറുപടി കൊടുക്കാൻ എല്ലാ അവകാശവും താങ്കൾക്കുണ്ട്. പക്ഷേ ആ മറുപടി തീർന്ന് നമുക്ക് വിഷയത്തിലേക്ക് ഇറങ്ങി വരണം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ല, അങ്ങ് മൂളിയതിൽ എനിക്ക് അസൗഷണത ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇദ്ദേഹമാണ് ഈ വഴിതെറ്റിക്കുന്നത്, അതാണ് ഈ പ്രശ്നം. പിന്നെ ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ നെഞ്ചുവേദന എന്നൊക്കെ ഇത് പലപ്പോഴും കേൾക്കുന്നതാണ്. അങ്ങനെയൊക്കെ പലതും കേട്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ പി ജയരാജന്റെ പേര് പറയരുത്. ഞാൻ ഇന്നും ഓർക്കുന്നു, ആ സംഭവത്തിന്റെ സമയത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. തമാശയ്ക്ക് ആരെങ്കിലും ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? ജയില് കേട്ടാൽ പേടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നോ? നിങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ പലരെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞു? ആ വിമർശനം ഞങ്ങൾക്ക് ചേരില്ല. 18-ാം വയസ്സിൽ ജയിലിൽ പോയ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളൊക്കെ, മനസ്സിലായിട്ടുണ്ടോ? പോലീസ് ലോക്കപ്പിലും മർദ്ദനമേറ്റ് തലപൊട്ടി ചോര ഒഴുകിയ ചോര കയ്യിലെടുത്ത് ഭിത്തിയിൽ അരിവാളും ചുറ്റിയും വരച്ച മാണ്ടുണിക്കണ്ണന്റെ പാരമ്പര്യം പേറുന്നവരാ. നിങ്ങൾ എല്ലാവരും അളക്കുന്ന അളവ് കൊണ്ട് ഞങ്ങളെ അളക്കാൻ വരരുത്. ഇനിയെങ്കിലും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു, കാര്യമറിയാതെ പി ജയരാജന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കരുത്. അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ പോയി കണ്ട, അദ്ദേഹത്തെ സന്ദർശിച്ച ഒരാളാണ് ഞാൻ. തമാശയ്ക്ക് മനുഷ്യന്മാർ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നൊന്നും ദയവായി BJP നേതാവ് പറയരുത്. പിന്നെ തെളിവുകൾ വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പ്രതിയാക്കാത്തതെന്ന്? നിങ്ങൾ പ്രതിയാക്കാരെങ്കിലും തടസ്സം പറഞ്ഞോ? ഇത്രയും ദിവസം ഞങ്ങൾ വന്ന് ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത് നിയമം അതിന്റെ വഴിക്ക് പോട്ടെ, അന്വേഷണം നടക്കട്ടെ, കുറ്റം ചെയ്താൽ കേസെടുക്കട്ടെ എന്നല്ലേ? നിങ്ങൾ എന്താ കേസെടുക്കാത്തത്? നിങ്ങൾ എന്താണ് ഇപ്പൊ ആശുപത്രിയിൽ നാടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ ഡോക്ടർമാർ പറയേണ്ടതാ. എനിക്ക് മെഡിക്കൽ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ല. പക്ഷെ ആശുപത്രിയിലാക്കിയത് കസ്റ്റംസ് അല്ലേന്ന്? നിങ്ങളെ കസ്റ്റംസ് അല്ലേന്ന്? കസ്റ്റംസിന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ആശുപത്രിയിലാക്കായിരുന്നില്ലേ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അങ്ങാണ്, BJP ആണ്, ഞങ്ങളല്ല ഇതിനൊന്നും മറുപടി പറയേണ്ടത്. പിന്നെ ഇവിടെ ഡോളറിലേക്ക് അവസാനം വരികയുണ്ടായി. അപ്പൊ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ വിട്ടോ? അതാണ് എനിക്കറിയേണ്ടത്. കള്ളക്കടത്തിലെ പങ്ക്, ലൈഫിലെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ചർച്ചകളെല്ലാം വിട്ടോ? ഇപ്പൊ ഡോളറിലേക്ക് ആയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ED-യുടെ കുറ്റപത്രത്തിൽ ഈ ഡോളർ വിഷയം പരാമർശിക്കുന്നത് അതിന് സഹായിച്ചത് പ്രവീൺ എന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവതാരകനോ മറ്റു ചർച്ചക്കാർക്കോ ഇതിൽ ഉന്നയിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ ചർച്ച മുൻപൊരിക്കൽ ബഹിഷ്കരിച്ചതാണ്. ബഹിഷ്കരിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ചാനലിനോടുള്ള വിരോധം കൊണ്ടല്ല. ഞങ്ങൾ ഈ ചർവിത ചർവണം പോലെ ഒരേ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നത് എന്താണ്? ഇന്നും ചർച്ച ഇതാണെന്ന് അറിയാത്തോണ്ടൊന്നുമല്ല. പക്ഷെ ഒരു പ്രധാന വാർത്ത വന്നിരിക്കുന്നു. ഈ ആശുപത്രിയിൽ പോകുന്നതും കസ്റ്റമേഴ്സ് വരുന്നതും എടുക്കുന്നതും ഒരു പ്രധാന വാർത്ത വന്നിരിക്കുന്നു. അപ്പൊ പിന്നെ ആ വാർത്തയോട് മുഖം തിരിഞ്ഞു നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഒന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ഗവൺമെന്റ് അസാധാരണമായ ഒരു രണ്ടാം വരവിന്റെ നിറവിൽ നിൽക്കുകയാണ്. അത് ഈ കോൺഗ്രസ് നേതാവിന് നന്നായിട്ട് അറിയാം. അതിനിപ്പോ ഒന്നുകൂടി മാറ്റുകൂട്ടും വിധമാണ് കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം. അതുകൊണ്ടാണല്ലോ ടോം വടക്കൻ എന്ന ദേശീയ വക്താവ് BJP പോയിട്ടും, അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന അങ്ങനെ ദേശീയമൊന്നും അല്ലെങ്കിലും ഒരാൾ BJP-യിലേക്ക് പോയിട്ടും, ആ 4ാമത്തെ ദേശീയ വക്താവ് ഖുഷ്ബു പോയിട്ടും, ഇന്ത്യ മുഴുവൻ ഓടിപ്പോയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും വിമർശിക്കാത്തവർ മുന്നണിയിൽ ഒരു പാർട്ടി മാറിയപ്പോ എന്തൊക്കെയാണ് കൈകാലിട്ടടിക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുള്ള ഈ മാറ്റത്തെ സംബന്ധിച്ച ഭയം, വിവാദങ്ങൾ നിരന്തരം വിതരണം ചെയ്ത് ജനങ്ങളെ പുകമറയിൽ നിർത്താൻ ഒക്കുമോ എന്ന പരിശോധനയിലേക്ക് UDF-നെ പ്രതിപക്ഷത്തെ നയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതിൽ പരം ഇതിലൊന്നും ഞങ്ങൾ ഒരു പ്രസക്തി ഇപ്പോൾ കാണുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ശബരിനാഥൻ മറുപടി പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ, ആദ്യം